നിർത്തണോ ഒരു ലിഫ്റ്റ്. യവനൊന്നും ഒരു വെളിവില്ലാതാണോ വണ്ടി ഓടിക്കുന്നത്? റോഡാണെന്ന ബോധം യവനില്ല. ചാകാനാണെങ്കിൽ വീട്ടിൽ കിടന്ന് ചത്തൂടെ? ആ നീയാണോ? എടാ മണികണ്ട, എന്തിനാ കരയുന്നത്? വണ്ടി മുട്ടിയില്ലല്ലോ. എനിക്ക് തെറ്റു പറ്റിയടാ. തെറ്റിയിരിക്കാണെന്ന് എനിക്ക് കണ്ടപ്പോഴേ തോന്നി. എനിക്ക് മാപ്പ് പറയണം. വേണ്ട, എന്നോട് മാപ്പൊന്നും പറയണ്ട. നിന്നോടല്ലടാ വേണ്ട. എനിക്ക് കുറുപ്പുമാട്ടെ കണ്ട് മാപ്പ് പറയണം. ആലോലാതി ചെറുക്കും കാരണം ഞങ്ങളുടെ സൗകര്യം നഷ്ടപ്പെട്ടടാ. എനിക്ക് വെറും കുറുപ്പുമാട്ട് രാജിവെക്കാൻ സമ്മതിക്കില്ലടാ. എനിക്ക് രാജിവെക്കണം. സത്യമാണോ? സത്യം. എന്നാ വണ്ടി കയറ്. ആ, ചേട്ടനെ പോലെ വേഗം ഡീസന്റ് പാർട്ടിയെ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടില്ല. മാഷ് സ്കൂളിലേക്ക് തിരിച്ചോന്ന് ചോദിക്കട്ടെ. മാഷകത്തുണ്ടോ? അച്ഛൻ സ്കൂളിൽ പോയി. എന്ത്? പിഷാരണി മാഷിന് നിന്റെ അച്ഛനെ ഒന്ന് കാണണമെന്ന്. നീ എന്തിനാ അയാളെ കയറ്റിക്കൊണ്ട് ഇങ്ങോട്ട് വന്നത്? നമ്മൾ അയാളെ വീട്ടിൽ പോയി ബഹളം ഉണ്ടാക്കിയ ഒരു അച്ഛൻ അറിഞ്ഞാൽ ഇവിടെ കിടത്തി പൊറപ്പിക്കൂല. അതിനല്ല, അയാൾക്ക് മാപ്പ് പറയണമെന്ന്. മാപ്പോ? ആ, എന്റെ മഹത്വം മൂപ്പർക്ക് വളരെ വൈകിയാണ് മനസ്സിലായതെന്ന്. എന്താ? അത് മാത്രമല്ല, കൃഷ്ണൻകുട്ടിയുടെ വാക്ക് കേട്ടത് തെറ്റായി പോയെന്ന് പറഞ്ഞ് ഭയങ്കര സെന്റിമെന്റ്സ്. ജോലി രാജിവെക്കുകയോ ലീവ് എടുക്കുകയോ എന്ത് വേണോ ചെയ്യാമെന്ന്. നീ വണ്ടി എടുക്ക്. പിടിച്ചിരുന്നോ, ഞാൻ സ്പീഡ് വിടും. വേഗം മാഷിന്റെ അടുത്ത് നിന്ന് വിവരം പറ. ഈ പാവം പൊയ്ക്കോട്ടെ. രാജിവെക്കുന്നതിനെ കുറിച്ച് മാഷ് ഒന്നുകൂടെ ആലോചിക്കും. അച്ഛൻ രാജിവെക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ നിന്റെ തള്ള രാജിവെക്കൂ. രണ്ടാളും രാജിവെക്കണ്ട. പിഷാരടി മാഷ് വന്നിട്ടുണ്ട് അച്ഛനെ കണ്ട് മാപ്പ് പറയാൻ. ഇപ്പൊ എന്തായി? എന്നിട്ട് അയാളെവിടെ? പുറത്ത് ഓട്ടോയിലിരിക്കുക. കുടിക്കുന്നുള്ളൂ. ആള് സാധുവാ, അത്രേ ഉള്ളൂ. മാഷേ, ദേ അച്ഛൻ വിളിക്കുന്നു. മാഷേ, പിഷാരടി മാഷേ, ദേ അച്ഛൻ മാഷേ. അയ്യോ, മണിയണ്ട, മണിയണ്ട. അയ്യോ, മാഷേ, മണിയണ്ട, മറിക്കേ. മാഷേ, മാഷേ, എന്ത് പറ്റി? പഠിച്ചോനെ മയ്യത്തായിന്നാ തോന്നുന്നത്. അയ്യോ, എന്ത് കൊടുത്താടാ നിങ്ങൾ ഇയാളെ കൊന്നത്? ഞങ്ങളൊന്നും കൊടുത്തില്ല. അയ്യോ, ഞങ്ങളൊന്നും കൊടുത്തില്ല.